നമ്മളിപ്പോൾ സെയിൽസിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും സെയിൽസ് എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് എന്നാ തോന്നുന്നത് ഒരു ആർട്ടാണല്ലേ, അതിൻ്റെ പുറകിലൊരു കല അല്ലേ. അപ്പോൾ ഒരു സെയിൽസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ അയാളൊരു കറക്റ്റ് ഒരാളിൻ്റെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും കൂടെ അല്ലെങ്കിൽ അല്ലേ, നമ്മൾ മറ്റൊരാളുടെ ഒരു മനസ്സ്, ഇപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് ട്രെയിനർ കൂടെയാണ്. അപ്പോൾ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ഈ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് വന്നതുകൊണ്ടാണോ അങ്ങനെ ഒരു മൈൻഡ് ട്രെയിനർ എന്നുള്ള രീതിയിലേക്കും കൂടെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ മൈൻഡ് ട്രെയിനർ എന്ന് പറയുന്നത് ആക്ച്വലി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ, അയാൾ പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അയാളെ മൈൻഡിന് കൃത്യമായുള്ള കമാൻഡുകൾ കൊടുത്തുകൊണ്ട് അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ആരെയും മാറ്റിയെടുക്കാം. ബട്ട് പെർമിഷൻ ഈസ് റിക്വയർഡ്. അപ്പോൾ നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് കമാൻഡുകളാണ്. നമ്മൾ ഇൻറ്റേർണലി കൊടുക്കുന്ന കമാൻഡുകളും എക്സ്റ്റേണൽ കമാൻഡുകളും. നമ്മളോട് നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ കൂട്ടുകാരോ ടീച്ചർമാരൊക്കെ പറയും നീ രക്ഷപ്പെടില്ലടാ എന്ന് കമാൻഡാണ്. ആ കമാൻഡ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് അതുപോലെ തന്നെ ഫീഡ് ചെയ്യപ്പെടുമ്പോൾ നമ്മളൊന്നും ആവാതെ പോകുന്നുണ്ട്. ചില ആളുകൾ അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് ഇൻറ്റേർണലി പറയും അങ്ങനെ പറഞ്ഞു, എന്നാൽ ഞാനത് കാണിച്ചു തരും, ഞാൻ സൂപ്പർ സ്റ്റാർ ആകും. നമ്മളതിന് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മളൊരു കമാൻഡ് കൊടുക്കുകയാണ്. നമ്മളൊരു കമാൻഡ് കൊടുക്കുക. ഏത് കമാൻഡാണോ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്, ആ കമാൻഡിനനുസരിച്ചാണ് നമ്മൾ ആയിത്തീരുക. ആ ഒരു എസെൻസ്, അതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് ഞാൻ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനിലാണല്ലോ കരിയർ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഉപയോഗിച്ചൊരു ടേമാണ് മൈൻഡ് ട്രെയിനർ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മൈൻഡിനെ കൃത്യമായിട്ടും നമ്മൾക്ക് തന്നെ നമ്മളെ ഓൺ മൈൻഡിനെ ട്രെയിൻ ചെയ്യാം. മറ്റൊരാൾ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ അയാളെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. സെയിൽസിലും തീർച്ചയായിട്ടും ഈ മൈൻഡിനെ കുറിച്ചുള്ള അറിവ് ഇമ്പോർട്ടൻ്റ് ആണ്. സെയിൽസ് ഒരു ആർട്ട് മാത്രമല്ല, അതിനൊരു സയൻസും കൂടെ ഉണ്ട്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് സെയിൽസ് ഒരു ആർട്ട് മാത്രമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ സെയിൽസ് പരാജയപ്പെടും. കാരണം സെയിൽസിൽ ഒരു സീക്വൻസ് ഉണ്ട്. സെയിൽസിൽ ആദ്യം ചെയ്യേണ്ട കാര്യം, രണ്ടാമത് ചെയ്യേണ്ട കാര്യം, മൂന്നാമത് ചെയ്യേണ്ട കാര്യം, അവസാനം ചെയ്യേണ്ട കാര്യം, അങ്ങനെ ആ സീക്വൻസ് ഫോളോ ചെയ്യുന്നത് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സിനെ ആർട്ടിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് ഒരു സൂപ്പർ സെയിൽസ് ഉണ്ടാകുന്നത്. ലൈക്ക് ക്രിക്കറ്റ് ഒരു ആർട്ടാണ് ശരിക്കും. ഒരു സ്പോർട്സ് ആണ് ഏറ്റവും എങ്കിലും പോലും. അതിനകത്ത് ബാറ്റ് ചെയ്യുന്ന രീതി, ബോൾ ചെയ്യുന്ന രീതി, ഇതൊക്കെ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ സച്ചിൻ്റെയും എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. സച്ചിൻ അദ്ദേഹത്തിൻ്റെതായ ആർട്ടിസ്റ്റിക് ശൈലിയിൽ ബാറ്റ് ചെയ്യുന്നു. ഗാംഗുലി അദ്ദേഹത്തിൻ്റെ, ഇപ്പോൾ ധോണി, വിരാട് കോഹ്ലി, ഇവരൊക്കെ അവരുടേതായിട്ടുള്ള ആ കല ഉപയോഗിച്ചിട്ടാണ് ആ സ്പോർട്സ് പെർഫോം ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് കുറച്ച് റൂളുകളുണ്ട്. അടിക്കേണ്ടതിന് റൂളുണ്ട്, ബോൾ ചെയ്യേണ്ടതിന് റൂളുണ്ട്, ഡിസ്റ്റൻസിന് റൂളുണ്ട്. അതൊരു സയൻസാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ആ ആർട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും മനോഹരമാണ്. ഗല്ലി ക്രിക്കറ്റിന് അതില്ല. അതുകൊണ്ട് തന്നെ ഗല്ലി ക്രിക്കറ്റ് കളിച്ച ആളുകൾ സക്സസ് ആവാറുമില്ല. ഗല്ലി ക്രിക്കറ്റ് റൂള് പാലിക്കാൻ പഠിക്കുന്ന ഒരാൾ മാത്രമാണ് അയാളുടെ പെർഫോമൻസ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും അത് മോണിറ്റർ ചെയ്യപ്പെടുകയും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ആ സയൻസ് എന്ന് പറയുന്നത് പ്രോസസ്സാണ്. ആർട്ട് എന്ന് പറയുന്നതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആ കസ്റ്റമർ മനസ്സിലാക്കുന്നത് അയാളുടെ നോട്ടത്തിൽ നിന്ന്, അയാളുടെ ചിരിയുടെ ഭാഷയിൽ നിന്ന്, അയാളുടെ കണ്ണിന്റെ മൊമെന്റിൽ നിന്ന് അയാൾ എന്ത് ചിന്തിക്കുന്നു മനസ്സിലാക്കാൻ കഴിയുക. ഇത് ഒരു അതൊരു കല കൂടിയാണ്. ഏതൊരു സക്സസ്ഫുൾ ഓൺട്രപ്രണറിന്റെ പിന്നിലും ഒരുപാട് റിജക്ഷൻസും അവർ നേരിട്ട ഫെയിലിയേഴ്സും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ബെഞ്ചാലി അക്കാഡമി ഒക്കെ പോലുള്ള വലിയ വലിയ ഒരു ഓൺട്രപ്രണർ ലൈനിൽ നിൽക്കുന്ന ഇപ്പോൾ താങ്കൾ, ഇപ്പോൾ കസാഖ് ബെഞ്ചാലി എന്നുള്ള വ്യക്തി, താങ്കൾ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ റിജക്ഷൻ എന്താണ്? അത് കുറേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ലൈഫിൽ എനിക്ക് പറയുകയാണെങ്കിൽ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 14-ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ നാട്ടിൽ ചെറിയൊരു മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിങ്ങിൽ ഒരു 14 പേര് 15 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങളുടെ ക്ലബിൻ്റെ ഒരു മീറ്റിംഗ്, എനിക്ക് 14 വയസ്സേ ഉള്ളെങ്കിൽ പോലും അതിനകത്തൊരു 28-29 വയസ്സുള്ള ആളുകളുണ്ട്. അപ്പോൾ കുറച്ച് മുതിർന്ന ഒരു അംഗം ഗൾഫിലേക്ക് പോകണം. അപ്പോൾ അയാൾക്കൊരു യാത്രയപ്പ് നടത്തുകയാണ്. എല്ലാവരും പോയിട്ട് പുള്ളിക്ക് യാത്ര മംഗളങ്ങൾ നേരണം, ആശംസ അർപ്പിക്കണം, ഫ്യൂച്ചർ നന്നായി വരട്ടെ എന്നൊക്കെ ഒരാശംസ അർപ്പിക്കണം. ഞാൻ ശരിക്കും ആ കാലം വരെ ഒരു അന്തർമുഖനാണ്. ഞാൻ മനസ്സിലാക്കി വെച്ചാൽ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. പക്ഷെ കംഫർട്ട് സോണിൽ ഞാൻ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. എന്നാലും പരിചയമില്ലാത്ത ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിൽ എനിക്കിപ്പോഴും അന്നൊക്കെ നല്ല രീതിയിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് പേടിയാണ്, ആളുകളുടെ മുന്നിൽ ഞാൻ ഇതുവരെ നിന്നിട്ട് ഏറ്റവും വലിയ പേടി അന്നത്തെ കാലത്ത് എനിക്കതാണ്. അപ്പോൾ എല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രം പോയിട്ടില്ല. അപ്പോൾ എന്നെ എല്ലാവരും കൂടെ സുഹൃത്തുക്കളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവച്ചു. എനിക്കൊരു വാക്കും വരുന്നില്ല. ഭയങ്കരമായിട്ട് എൻ്റെ കയ്യും കാലും വിറയ്ക്കുക, തൊണ്ട വരണ്ടു പോകുക, കണ്ണിന്ന് ഇരുട്ട് കയറുക, അങ്ങനെ കണ്ണിന്നൊക്കെ വെള്ളം വന്നു. എനിക്കൊന്നും പറയാൻ പറ്റാതെ ഞാൻ അവിടെ നിന്നു. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും മറ്റുമായിട്ടുള്ള ആളുകൾ എന്നെ ഇങ്ങനെ കളിയാക്കി ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് നോക്കുമ്പോൾ. സ്വാഭാവികമായിട്ടും മറ്റൊരാളുടെ ഇത്തരത്തിലുള്ള ഫെയിലിയർ മറ്റൊരാൾക്ക് തമാശ തന്നെ ആയിരിക്കും, അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അവരെല്ലാവരും ചിരിക്കുകയാണ്. പ്രസിഡന്റ് കണ്ടു, പുള്ളി പറഞ്ഞു പോയിരുന്നു എന്ന് പറഞ്ഞു. അന്ന് അവരുടെ തമാശ കഥാപാത്രം ഞാനായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും ഓഫീസിൽ നിന്ന് ഒരു
ഒന്നാമത്തെ നിലയിലാണ് ഈ ഓഫീസ് ഉണ്ടായിരുന്നത്, ഒരു പഴയ കെട്ടിടത്തിന്റെ ഓടിട്ട ബിൽഡിംഗ്. അപ്പോൾ എല്ലാവരും താഴെ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും എന്നെ കുറിച്ച് പറഞ്ഞിട്ട് വന്നു. ഞാൻ അന്ന് അവരെ കൂടെ ഇറങ്ങിയില്ല. അതിനുശേഷം ഞാൻ അന്ന് തീരുമാനിച്ചു, ഇത് എത്ര കാലം എങ്ങനെയെങ്കിലും സംസാരിക്കണം, ആളുകളുടെ മുന്നിൽ അപമാനിക്കപ്പെടാൻ ഇനി പറ്റൂല. ആ ഒരു അപമാനിക്കപ്പെടൽ ആണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ പ്രസംഗം പരിശീലിപ്പിച്ച ഒരു അക്കാഡമി റൺ ചെയ്യുന്ന ഒരാളാക്കി എന്നെ മാറ്റിയത്. അപ്പം ഞങ്ങളുടെ ഒരു കോഴ്സ് ഉണ്ട്, ബിസിനസ്സുകാർക്ക് പ്രസംഗം പരിശീലിപ്പിക്കുന്ന ഒരു കോഴ്സുണ്ട്, സ്പീക്ക് ടു എന്ന് പറയുന്നത്. 101 ബാച്ച് കഴിഞ്ഞു ഓൺലൈനായിട്ട്. ഓഫ്ലൈനായിട്ട് നമ്മൾ അതിന് മുമ്പ് കോവിഡിന് മുമ്പ് കുറേ സ്ഥലങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഓൺലൈൻ മാത്രം 101 ബാച്ച് കഴിഞ്ഞു. ഏകദേശം 5000 ചില്ലാനം ആളുകൾ ഈ കാലയളവിനിടവിൽ കോവിഡ് 2020 ജൂൺ 26 മുതൽ ഇന്ന് വരെയുള്ള കാലയളവിൽ ഞങ്ങളുടെ അക്കാഡമിയിലൂടെ പ്രസംഗം പഠിച്ചിറങ്ങി പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു രസകരമായ ഒരു അനുഭവം, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ 2015-16 കാലഘട്ടത്തിൽ വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ പൊളിറ്റിക്സും മറ്റുമൊക്കെ ചർച്ച ചെയ്യുന്ന ആഗോളതലത്തിലുള്ള കുറേ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള എപ്പോഴും സമയം സ്പെൻഡ് ചെയ്യുന്ന ഞങ്ങളൊരു 10-20 പേരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ അംഗമായിരുന്നു. എപ്പോഴും എല്ലാ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ എൻ്റെ ലൈഫിൽ ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പുസ്തകമൊക്കെ വായിച്ച് ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഗോൾ ഞാൻ സെറ്റ് ചെയ്തു. സോ ഐ വാണ്ട് ടു ബി സംതിങ്, ഒരു കോച്ചാവണം, എനിക്ക് എൻ്റെ ലൈഫിൽ മാറ്റം വരുത്തി പറഞ്ഞ് എനിക്ക് ആളുകളെ ഗൈഡ് ചെയ്യണം എന്ന് തീരുമാനിച്ച് ഞാൻ അവരോട് പറഞ്ഞു. എന്നിടയ്ക്ക് ഞാൻ കുറേ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ലീവ് എടുത്തു. ഞാനൊരു ഗ്രൂപ്പിൽ ഞാൻ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും പറഞ്ഞു ഗ്രൂപ്പിൽ ഞാനിങ്ങനെ ഡിസിഷൻ എടുത്തിരിക്കുന്നു, അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയിൽ വേസ്റ്റ് ആകുന്ന സമയം ഞാൻ മാറി നിൽക്കുകയാണ്, നിങ്ങളുമായിട്ടുള്ള സൗഹൃദം ഞാൻ കീപ്പ് ചെയ്യും, പക്ഷേ ഈ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഇത് നോക്കാനുള്ള ടെൻഡൻസി വരും, എനിക്ക് വേണ്ടത്ര ഫോക്കസ് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിലുള്ള എല്ലാവരും എന്നെ നന്നായിട്ട് കളിയാക്കി, ഒരാൾ നന്നായിട്ട് തന്നെ കളിയാക്കി. ഞാൻ അന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളൊന്നായിരുന്നു. കാരണം ഇവരഭിപ്രായം, ഇവർ നല്ലത് പറയുമോ, ഇവരെന്ത് പറയും എന്ന് നോക്കിയിരിക്കുന്നു ഞാൻ ആ കാലം വരെ. അങ്ങനെ നല്ലത് ബോധ്യപ്പെടുത്തുന്ന ഒരാളില്ല. അക്നോളജ് അവരെന്ത് പറയുന്നു എന്ന് എങ്ങനെ അക്നോളജ് ചെയ്യുന്നു നോക്കിയിരിക്കാനുള്ള എൻ്റെ ഗോളിലേക്ക് എനിക്ക് ഫുൾ ഫോക്കസ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നു എന്നുള്ള ആ ഒരു സ്പീഡും അതിൻ്റെ വ്യത്യാസവും തിരിച്ചറിഞ്ഞ അന്നായിരുന്നു. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം കൂടെ നിർത്തി. നോ പറയുന്നവരും എന്ത് പറയുന്നെന്ന് അഭിപ്രായം ശേഖരിക്കേണ്ട പെർമിഷൻ പീപ്പിളിനെ മുഴുവൻ ഞാൻ മാറ്റി നിർത്തിവിട്ടിട്ട് അതൊരു വലിയ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്തിലേക്ക് ഉണ്ടായി. പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്കിൽ ഞാൻ വല്ലപ്പോഴും ആ കാലത്ത് ഞാൻ കമൻറ്റുകൾ നോക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ടീമാണ് നോക്കുന്നത്. അപ്പോൾ 2019 തോന്നുന്നു ഞാനൊരു വീഡിയോക്ക് താഴെ കമൻറ്റ് ഉണ്ട്. അന്ന് എന്നെ ഏറ്റവും കളിയാക്കിയ സുഹൃത്ത് അതിനകത്തൊരു കമൻറ്റ് ഇട്ടിരിക്കുന്നു, ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ബ്രോ എന്ന് പറഞ്ഞിട്ട്. ആളുകൾ നമ്മളെ കണ്ട് ശീലിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന ഒരു അമർഷോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയില്ലെന്ന് തോന്നലോ അസൂയോ ഒക്കെ ആയിരിക്കാം. പക്ഷെ നമുക്ക് നമ്മളിൽ ബോധ്യമുണ്ടെങ്കിൽ, നമ്മളെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പോകുന്ന വഴികളെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. പക്ഷെ അത് പോകുന്നത് ധാർമ്മികമായിരിക്കണം, ലീഗലായിരിക്കണം. അല്ലെ നമുക്ക് ഭയങ്കര ഗോൾ ഉണ്ടാക്കണം, മയക്കുമരുന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് ആര് എതിർത്താലും ഞാൻ പോകും എന്നതല്ല. നിയമപരമായിട്ട് പോകുക, ധാർമ്മികപരമായിട്ട് പോകുക. അതാണ് നമ്മളെയും നമ്മളുടെ സക്സസ് മറ്റുള്ളവർക്ക് നാളെ അഭിമാനിക്കാവുന്ന വകയുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരൊക്കെ വിട്ടേക്കും. നമ്മളുടെ സക്സസ് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും സന്തോഷം നൽകുന്നതാണ്, അഭിമാനം നൽകുന്നതാണ്. അതല്ലാത്ത സക്സസ്സിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. ഒരുപക്ഷെ അവരും ചിലപ്പോൾ നമ്മൾ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് തടഞ്ഞേക്കാം, നമ്മളെക്കുറിച്ച് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർ തെളിച്ച വഴിയിൽ നമ്മൾ പോയില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊരു സന്തോഷമാകും എന്ന് ഉറപ്പുള്ള വഴി, അത് തിരഞ്ഞെടുക്കലായിരിക്കും നന്നായി. അത് ധാർമ്മികവും ലീഗലുമായിട്ടുള്ള വഴി. അതിലൂടെ നിങ്ങൾ ആരെ തടസ്സവും നോക്കണ്ട. ഇഫ് യു ബിലീവ് ഇൻ യു, ഗോ അഹെഡ്.